കഠാര വെടിപ്പട്ടഹമോടെ ജനമിടി തുടങ്ങി മഹനെ കട്ടുകഠോര കുട്ടി ശകടമാണ് ശനി ശരണമാര ശിവനെ. ഗൗതം എന്തോ അടിപൊളിയായിരുന്നോടാ. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. ഫുള്ള് നമ്മൾ മറ്റേ ആ താമരാക്ഷമുള്ള ബസ്സും അശോകൻ ചേട്ടന്റെയും ദിലീപേട്ടന്റെയും നമ്മുടെ നിത്യചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ഫുള്ള് മനസ്സിൽ വന്നു ആ സിനിമ മൊത്തം. അപ്പൊ എന്തായാലും നമുക്ക് ചോദിക്കാതെ ജഡ്ജസിന്റെ അടുത്ത്. ശരി. ഷാനിക്ക. ഗൗതം എന്തോ സാർ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഗൗതം, ഈ പാട്ടിനൊരു ക്യാരക്ടർ ഉണ്ട്. ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ശ്രീകുട്ടൻ ചേട്ടൻ ഇടിച്ചിടിച്ചാണ് പാടിയത്. ഓരോ വാക്കും എടുത്ത് പ്രൊണൗൺസ് ചെയ്ത് ഇടിച്ചിട്ടാണ് ശ്രീകുട്ടൻ ചേട്ടൻ പാടിയത്. ഗൗതം പാടിയത് ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് പാടിയത്. എനിക്ക് ആ ഒരു ഓരോ വാക്കിനുള്ള ഒരു അറ്റാക്ക് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറയുന്നത് പിച്ചിൻ്റെ അല്ല ഞാൻ പറയുന്ന വാക്കുകൾക്കുള്ള അറ്റാക്ക് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി. ഒരു പ്ലെയിൻ ആയി പോയ പോലെ തോന്നി. ഓഫ് കോഴ്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, പുറകിൽ ബസ്സുണ്ട്, പിള്ളേരുണ്ട്, അടിപൊളി, അതൊക്കെ ഓക്കെ. പക്ഷെ ഈ പാട്ടിൻ്റെ ക്യാരക്ടറിന് നമ്മളൊന്ന് വിട്ടു നിന്നിട്ടാണ് പാടിയത്. കുറച്ചുകൂടെ ഒന്ന് അടിച്ച് പാടാമായിരുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ ഓക്കെ. എല്ലാ പാട്ടും ഇടിച്ച് പാടണം എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആരോ ഒരു ആൾ പാടിയപ്പോൾ അത്ര അറ്റാക്ക് വേണ്ടെന്ന് നമ്മൾ പറയും. കാരണം ആ പാട്ടിന് അത്ര അറ്റാക്കിൻ്റെ ആവശ്യമില്ല. ഈ പാട്ടിന് ഇങ്ങനത്തെ ഇടിച്ചിടിച്ച് പാടുന്ന ആ ഒരു അറ്റാക്കിൻ്റെ ആവശ്യമുണ്ട്. അത് ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് വരികളൊക്കെ വടി കഠാര വെടി ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇടിച്ചിടിച്ച് ഇങ്ങനെ പോവില്ലേ, അപ്പം അതങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് ഇവർ എന്താ പറയണതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ഗൗതം. എന്തോ സാർ? അപ്പോൾ മോനെ, അത് ഇത്രയും ഒരു റിസ്ക്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ചിരിക്കാൻ വേണ്ടി ഈ പാട്ട് കാണുന്നത്. അതെ, ഫുൾ ഫണ്ണാണ്. ദിലീപേട്ടനും ഹരിശ്രീ അശോകൻ ചേട്ടനും ആ എലിയും ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ. അയ്യോ, ആ ബസ്സിന്റെ അകത്ത് നടക്കണ സംഭവങ്ങള് ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോ ബ്രേക്കില്ല അതിന് പറ്റിയൊരു ട്യൂൺ വന്നതും ഈ ലിറിക്സും ഇതെല്ലാം കൂടെ പൂജയൊക്കെ നടത്തിയ ബസ്സിന്റെ അകത്ത് എന്തൊക്കെ ബസ്സിൽ ചെയ്യാവോ, സിനിമ കാണിക്കുക, ഉറങ്ങുക, എല്ലാം. അപ്പൊ മോന്റെ പാട്ടിലേക്ക് വരുമ്പോ ഒരു ത്രോ കുറവായിരുന്നു, ഒരു പഞ്ചില്ലേ. ഇപ്പം പറക്കും തെളിക ഇത് മനുഷ്യനേറി കറക്കും തെളിക, ആ ഒരു വടികടാര വെടി പടകമോട് തുടങ്ങി മകനേ, ഒരു ഫ്രീ സാധനമാണ്. ഒരു മറ്റേ എറിഞ്ഞു പാടെന്ന് പറയില്ലേ, ഒന്നും ഒരു ഇൻഹിബിഷനും ഇല്ല. ഇത് അങ്ങനെ അങ്ങ് പാടേണ്ട പാട്ടാ. അപ്പൊ അങ്ങനെ പാടി വെച്ചേക്കുന്ന കൊണ്ട് നമുക്ക് കുറച്ച് പ്രയാസമാണ് കുറെ കാര്യങ്ങളൊക്കെ ഇത് പാടി ഫലിപ്പിക്കാം. അപ്പം പക്ഷെ മോൻ കുറെ ട്രൈ ചെയ്തു. പക്ഷെ ആ ഒരു പഞ്ച് എനിക്ക് കിട്ടിയില്ല, ആ ഒരു ത്രോ ഇല്ലേ, ഇവിടെ എനിക്കതൊന്നും കിട്ടിയില്ല. പക്ഷേ നൈസ് അറ്റംപ്റ്റ്. പിന്നെ കുറേ സ്ഥലത്ത് ടെമ്പോ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, കുറച്ച് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. അയ്യോ, അത് നമുക്ക് അവനെ കുറ്റം പറയാൻ ഒരു വഴിയില്ല. എന്റെ അമ്മോ, ഇതിങ്ങനെ കടകടകടകടകടന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിന് 2-3 ഷീറ്റ് ഉണ്ട് ഈ പാട്ട്. അതെ, 2-3 ഷീറ്റ് ഉണ്ട്. ചെറിയ പാട്ടല്ല അതും. അത് പക്ഷെ നമ്മൾ സമ്മതിക്കണം, ഇത്രയും അവൻ മനപ്പാടാക്കിയിട്ട് പഠിച്ചു എന്നുള്ളത് അത് അടിപൊളി. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ ആകെ ഒരു പോയിന്റ് ഇവനോട് ഒരു കൺഗ്രാറ്റുലേഷൻ പറയാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ എടുത്തു. അപ്പൊ എന്റെ ശരി കേട്ടോ, ഓക്കെ ബൈ, കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ പറയാ, സൂപ്പർ സ്റ്റാറിന്റെ സെറ്റിന് നമ്മള് ഒരു ബിഗ് ക്ലാപ്സ്. ഈ താമരാക്ഷം പിള്ള ബസ്സൊക്കെ കയറ്റി എന്തൊക്കെയാ ചെയ്തിരിക്കുന്നു ഇവിടെ. അപ്പൊ മോനെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്തായാലും നൈസ് പെർഫോമൻസ്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി. ഗൗതം കുട്ടാ, എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോളൂ. ഇത്രയും നിനക്ക് പഠിക്കാൻ എന്താ പറയാ, ഇനി നീ സുഖമായിട്ട് മലയാളത്തിന്റെ ഒരു എസ്സേ പറഞ്ഞാലും ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ സുഖമായിട്ട് പഠിക്കും. കാരണം ഇത്രയും പഠിച്ചു കാണാപ്പാടം ഒരു എന്താ പറയാ, ഇത്ര എപ്പോഴും പഠിച്ചിട്ടുണ്ടോ? ഇത്ര എഴുതാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക് സ്കൂളില്? കണ്ടോ? അതുപോലെയാണ് ഒരു ഇത് കാണാപ്പാടം പഠിച്ച് പാടി എനിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. നമുക്കൊന്നും ഇപ്പോഴും ഇത്രയും പാട്ട് പാടിയാലും നമുക്ക് സ്റ്റാൻഡ് വെച്ചില്ലെങ്കിൽ ഒരു ധൈര്യക്കുറവാ, ഒരു പേടിയാ. നിങ്ങൾ അതുവരെ ബൈഹാർട്ട് ചെയ്ത് പാടാൻ വരെ നിങ്ങളെ ഒരു ആ ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, വലിയൊരു കാര്യമാണ്. നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുവാണ് കേട്ടോ, വേറൊന്നുമില്ല. അപ്പൊ ഇനി നമ്മളൊന്നും കൂടെ നെക്സ്റ്റ് ലെവൽ പെർഫോമൻസിലോട്ട് കടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ മനസ്സിലായി ഇത്രയും നേരം ഈ ഒരു കൊച്ചു ക്ലാസ്സിലൂടെ? എന്തൊക്കെ പാഠം ഉൾക്കൊണ്ടു?
പഞ്ച് പവർ ഇടിച്ച് ആവുമ്പോ ഇനി അടുത്ത പാട്ട് പാടുമ്പോഴേ ആ ബസ്സിലൊക്കെ നല്ല ഇടി കൊടുത്ത് പാർവതിനൊക്കെ കുനിച്ചു കീർത്തി ഇടിച്ച്. കാരണം ഷാനൊക്കെ പറഞ്ഞു നല്ല ഇടിച്ച് പാടും നല്ല പഞ്ച് പവറൊക്കെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് കലകി കേട്ടോ അമ്മിടുക്കാൻ സൂപ്പർ. താങ്ക് യു. ഓക്കെ നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ഹരിച്ചേട്ടാ. ഓക്കെ ഗൗതം, സോ ഇന്നത്തെ പെർഫോമൻസിന് 8. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ഗൗതം ഇതൊക്കെ ബെറ്റർ ആവാൻ വേണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ. ഇപ്പൊ ഇനി വേറൊരു സ്റ്റേജിൽ പോയിട്ട് ഗൗതം ഇതേ സോങ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ 8. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഗൗതം എന്റെ മാർക്കും സെയിം 8. താങ്ക് യു. 24 ഔട്ട് ഓഫ് 30 ആണ് കിട്ടിയിട്ടുള്ളത്. ഗൗതം അവനത് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. അവന് മുഖത്ത് ഇപ്പൊ ഒരു സന്തോഷമൊക്കെ വന്ന്. സന്തോഷാണ്. ഒരുപാട് എഫേർട്ട് എടുത്തില്ലേ അതിന്? അതെ 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 അത്രയും കഷ്ടപ്പെട്ട് ആ എഫേർട്ടിനാണ് ഈ പറഞ്ഞ കുതിരപ്പവൻ. അതെ. ബസ്സൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സീൻ ചെയ്യാലോ? എനിക്ക് ആകെ അറിയുന്ന ബുക്കാറോ ചിന്നക്കുട്ടിയാ. ആ എന്നാ ചെയ്യത് കൊള്ളാം. ചെയ്. എന്റെ അമ്മോ, ആ പള്ളിയിറക്കം കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയറിയിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. വേഗം സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ആ ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ലേ വീട്? കൈവച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇത് ഏത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. പണ്ടാറടങ്ങാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാ. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ്. അയ്യോ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അശോകൻ ചേട്ടാ ബൈ. ചേട്ടൻ കലകി. ഓക്കെ ഗൗതു താങ്ക് യുടാ. എനിക്കും പെർഫോം ചെയ്യാൻ അവസരം തന്നേന്. ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പെർഫോമൻസ് നമുക്ക് തകർക്കാം. ഓക്കെ.